ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, എലഗൻസ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, AR കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കുറ്റാലം, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത് ഐ ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ, KMK ഹോസ്പിറ്റൽ കുന്നിക്കോട് ആൻഡ് സ്റ്റൈൽ ബാത്ത് കൊട്ടാരക്കര ആയൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. Elegant Events and Caterers, Pattanapuram. Make your days elegant and eventful. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant Events, SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 99476970. AR College of Engineering and Technology near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. മഹത്തായ 30ാം വർഷത്തിലേക്ക് വെക്കേഷൻ ക്ലാസുകൾ 8, 9, 10 സ്റ്റേറ്റ് ആൻഡ് CBSE ഗോയിങ് ക്ലാസുകൾ, +1, +2 ട്യൂഷൻ ക്ലാസുകൾ 20/4/2015 ആരംഭിക്കുന്നു. മറ്റു ക്ലാസുകൾ +1, +2, BA, BCom, MA ആൻഡ് MCom. ഞങ്ങളുടെ പ്രത്യേകതകൾ: അഡ്മിഷൻ രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം. കുട്ടികൾക്ക് യൂണിഫോം, തിരിച്ചറിയൽ കാർഡ് എന്നിവ. KSRTC സ്വകാര്യ ബസ്സുകളിൽ കൺസെഷൻ. SC, ST, OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. പത്തനാപുരം സത്യൻമുക്കിൽ വാഹനാപകടത്തിൽ യുവാവും യുവതിയും മരിച്ചു. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം.
വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിയ 5.5 ലിറ്റർ ചാരായവുമായി 2 യുവാക്കളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പോത്തുപാറ സ്വദേശി രാജനും കടക്കാമൺ സ്വദേശി അജിയും. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതായി പരാതി. പുനലൂർ 10 ഏക്കർ സ്വദേശി ബിബിൻ രാജിനാണ് മർദ്ദനമേറ്റത്. പൊതുസ്ഥലം കയ്യേറിയുള്ള നിർമ്മാണങ്ങൾ അഞ്ചലിൽ വ്യാപകം. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പത്തനാപുരത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് അയൽവാസികളായ യുവതിയും യുവാവും മരിച്ചു. കാര്യറ പറയരുവിള സ്വദേശികളാണ് മരിച്ചത്. കാര്യറ പറയരുവിള വിജയവിലാസത്തിൽ വിജയൻ പിള്ള ഓമന ദമ്പതികളുടെ മകനായ വിപിൻ വിജയ്, രോഹിണി വിലാസത്തിൽ പരേതനായ സുദർശനൻ പിള്ള മിനി ദമ്പതികളുടെ മകൾ അമ്മു എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. വൈകിട്ട് 5:30യോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തം നടന്നത്. കൊട്ടാരക്കരയിൽ നിന്നും പത്തനാപുരത്തേക്ക് വരികയായിരുന്ന KSRTC ബസും ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇരുവരും അയൽവാസികളാണ്. അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരണപ്പെട്ടു. വിപിൻ പത്തനാപുരത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു. ഇരുവരുടെയും മൃതദേഹം പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തും ആശുപത്രിയിലും നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പത്തനാപുരം SI വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ലൈവ് വാർത്ത പത്തനാപുരം. പ്ലാന്റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ചാലിയക്കര എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ധിക്കാര നടപടികൾക്കെതിരെ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PS ചെറിയാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 35 വർഷക്കാലമായി എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരുന്ന ഫീൽഡ് ഓഫീസർ ജയദേവ് വിൻസണിനെ അകാരണമായി പിരിച്ചുവിട്ട നടപടിയിൽ നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി PS ചെറിയാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ഇവിടുത്തെ ഡോക്ടറിനേക്കാളും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും പരിചയമൊക്കെ ഉള്ള ആളാണ്. കോട്ടെ ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു. സ്വീകാര്യമല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് അദ്ദേഹം ആവശ്യം. ഇവിടുത്തെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഇയാൾ ക്രോണിക് എപ്പിലെപ്സി പേഷ്യൻ്റാണ്, എപ്പിലെപ്സിയുടെ മരുന്ന് കഴിച്ചതുകൊണ്ട് കാലിൽ നീരും ശരീരത്തിൽ നീരുമുണ്ട് എന്നാണ് സർട്ടിഫിക്കറ്റ് ചേക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 1 മാസത്തെ ചികിത്സ ആവശ്യമാണ് എന്നാണ് ഈ എസ്റ്റേറ്റ് മെഡിക്കൽ ഓഫീസർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ലീവ് 1 മാസത്തെ ലീവ് കൂടി വേണം എന്ന സർട്ടിഫിക്കറ്റ് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ എപ്പിലെപ്സിയുടെ മരുന്ന് തുടർച്ചയായി കഴിച്ചതുകൊണ്ട് കാലിൽ നീരും ശരീരത്തിൽ നീരുമുണ്ട് എന്ന സർട്ടിഫിക്കറ്റ് എടുത്ത് അതും ലീവ് സാങ്ഷൻ ചെയ്യാൻ ആവശ്യമായ കാര്യമാണ്. ലീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞങ്ങൾ വന്ന് സംസാരിക്കുന്നത് ഈ മാസം ജൂൺ മാസം 2-3 തീയതി കൃത്യമായിട്ട് 2-3 തീയതിയിലാണ്. ഞങ്ങൾ വന്ന് സംസാരിക്കുമ്പോൾ ഇവിടെ 27/5/2015 തീയതി വെച്ച് ഡിസ്ചാർജ് നോട്ടീസ് അടിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ചാലിയക്കര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് AVT എസ്റ്റേറ്റിന് സമീപം സമാപിച്ചു. ജില്ലാ സെക്രട്ടറി T അജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് മാത്യു, A പ്രകാശ്, ലൈലജ, സുഭാഷ് ജിനാഥ്, ജയസിംഗ്, സ്കറിയ, PG സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജൂലൈ 24-ന് പണിമുടക്കും സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും CITU നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം സമയബന്ധിതമായി വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചു. പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ ടൗണിൽ പ്രകടനവും നടത്തി. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലാണ് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ബിയുടെ നേതൃത്വത്തിൽ പഠിപ്പ് മുടക്കി പ്രതിഷേധിച്ചത്. പത്തനാപുരത്ത് പ്രതിഷേധ പ്രകടനവും നടത്തി. സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിന് കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് അല്ലമാൻ, സെക്രട്ടറി ശ്യാം, വിഷ്ണു, റിയാദ്, ഷാന, പ്രജിഷ, ഷാൻ, ആഷിഖ്, മാഹിൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പൊതുസ്ഥലം കയ്യേറിയുള്ള അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ അഞ്ചലിൽ വ്യാപകമാകുന്നു. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. റോഡിന് വശത്തായി 30 അടിയോളം ഉയരത്തിൽ മറച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ സ്ഥലത്തിനകത്തുകൂടി കടന്നുപോയ തോട് വരെ ഉടമ തിരിച്ചുവിട്ടെന്ന ആരോപണവും നിലവിലുണ്ട്. റോഡ് കയ്യേറി മതിൽ കെട്ടാനുള്ള കെട്ടിട ഉടമയുടെ ഗൂഢനീക്കമാണ് ഇന്നലെ നാട്ടുകാർ സംയുക്തമായി എത്തിയതോടെ ഉപേക്ഷിച്ചത്. പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം കയ്യേറിയാണ് ഉടമ മതിൽ കെട്ടാനുള്ള ശ്രമം നടത്തിയത്. നാട്ടുകാർ സംഘടിച്ചെത്തി വിവരം പൊതുമരാമത്ത് വിഭാഗത്തിനെ അറിയിച്ചതിനെ തുടർന്ന് എഞ്ചിനീയർ സ്ഥലത്തെത്തി ഉടമയ്ക്ക് നോട്ടീസ് നൽകിയെങ്കിലും അത് കൈപ്പറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറായില്ല. തുടർന്ന് നാട്ടുകാർ
നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഇയാൾ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയറിൽ നിന്ന് സ്റ്റേ ഓർഡർ കൈപ്പറ്റി. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഉടമ തടയാൻ ശ്രമിച്ചതും അവർക്കെതിരെ കയർത്ത് സംസാരിച്ചതും പോലീസ് ഇടപെട്ടാണ് രമ്യതയിലെത്തിച്ചത്. അല്ല അത് ചെയ്തോളാം. സമയം തരുന്നുണ്ടല്ലോ പൊളിക്കാനായിട്ട്. സാധനം വാങ്ങിക്കുന്നത് ഞങ്ങളുടെ കുത്തിയിരിക്കും. അല്ലല്ല സമയം കൊടുത്ത് പിന്നെ വർഷങ്ങളായി സ്വന്തം സ്ഥലത്ത് നടന്ന അനധികൃത നിർമ്മാണത്തിന് ശേഷം പൊതുസ്ഥലം കയ്യേറി റോഡിനോട് ചേർന്ന് മതിൽ കെട്ടാനുള്ള ഉടമയുടെ ഗൂഢശ്രമം നാട്ടുകാർ എതിർത്തതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് പ്രശ്നത്തിൽ ഇടപെട്ടത്. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനും രഹസ്യമായി പങ്കുള്ളതായാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഒരു 6 അടിയോളം റോഡിലേക്ക് ഇറക്കി ടെമ്പററി മതിൽ കെട്ടുന്നതായിട്ട് ഞങ്ങൾ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ പൊതുപ്രവർത്തകരെല്ലാം കൂടെ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നമ്മുടെ അഞ്ചലത്തെ PWA ഒരു ഓർഡർ കൊടുത്തതായിട്ട് ഞങ്ങളെ കാണിച്ചു. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 6 അടി വെളിയിലോട്ട് ഇട്ട് ഈ മതിൽ കെട്ടാൻ പറ്റത്തില്ല. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുത്തെ AE ഓഫീസിൽ വന്നപ്പോൾ PWAയുടെ AE ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ അപ്രന്റീസായിട്ടൊരു കുഞ്ഞല്ലാതെ ഒരു കുഞ്ഞുങ്ങളും ഇവിടെ ഇല്ല. അപ്പം പരാതിയോ മറ്റോ പറയാൻ വന്നാൽ ഈ ഓഫീസിൽ ആരുമില്ലാത്തൊരു സ്ഥിതിയാണ്. അതോടൊപ്പം തന്നെ ഈ ഓഫീസിനെ തൊട്ട് ഒരു 15 മീറ്റർ അകലെയാണ് ഈ റോഡ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്നലെ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് അനധികൃത കയ്യേറ്റം ഒഴിവാക്കണമെന്ന മെമ്മോ PWD എഞ്ചിനീയർ ഉടമയ്ക്ക് നൽകിയതെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9442558870. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഓഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഓഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur.
സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ്. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. പെൺമനസ്സിനെ തൊട്ടു തഴുകുന്ന അതിവിശാലമായ ബ്രൈഡൽ കളക്ഷൻ. സംഗീതമൊഴുകുന്ന ശ്രുതിമാധുര്യത്തോടെ കനകവർണ്ണത്തിൽ ചാലിച്ചെഴുതിയ സ്വപ്നചിത്രം ഇനി നിങ്ങൾക്കും സ്വന്തം. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കുവാൻ ഏറ്റവും പുതിയ ഡയമണ്ട് കളക്ഷൻസ്. ഇടിമണ്ണിക്കൽ സ്വർണ്ണമാകൂ, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, റാന്നി, മുക്കോട്ടുത്തറ, ചിറ്റാർ. സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ആലക്കുളം, തെങ്കാശി. തെങ്കാശി തിരുനെൽവേലി പ്രധാന പാതയ്ക്ക് സമീപം ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണതയായി സെന്റ് മറിയം പോളിടെക്നിക് കോളേജ്, ദ പെർഫെക്റ്റ് ന്യൂ ജനറേഷൻ പോളിടെക്നിക് കോളേജ്. Canteen facility, special coaching for campus interviews. We give 8 diploma level courses: diploma in civil engineering, mechanical engineering, electrical and electronics engineering, electronics and communication engineering, computer engineering, automobile engineering, marine engineering and instrumentation and control engineering. Library, scholarship for well-scored students, Malayali management, Kerala food, 100% placement and transport facilities. St. Mariam Polytechnic College, Alamkulam, Tengashi. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിയ 5.5 ലിറ്റർ ചാരായവുമായി 2 യുവാക്കളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. പോത്തുപാറ സ്വദേശി രാജൻ, കടക്കാമൺ സ്വദേശി അജി എന്നിവരാണ് അറസ്റ്റിലായത്. പോത്തുപാറ ഏലിയ മൂലയിൽ തണ്ണീർപന്തൽ വീട്ടിൽ രാജൻ, കടക്കാമൺ അംബേദ്കർ കോളനിയിൽ പ്ലോട്ട് നമ്പർ ബിയിൽ താമസക്കാരനായ അജി എന്നിവരാണ് പോലീസ് പെട്രോളിംഗിനിടെ പിടിയിലായത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെയാണ് പത്തനാപുരം കവലയിൽ ഭാഗത്ത് ബൈക്കിൽ വന്ന സംഘത്തെ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. 15 ലിറ്റർ കൊള്ളുന്ന കന്നാസിൽ നിന്ന് 5 ലിറ്റർ ചാരായം മാത്രമാണ് പിടികൂടാനായത്. ബാക്കി ഇവർ വിൽപ്പന നടത്തിയതായും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പത്തനാപുരം SI NG വിനോദ്, NN ഷെരീഫ്, ബാബുരാജ്, സന്തോഷ് തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇവർ സഞ്ചരിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മൃഗാശുപത്രിയുടെ ആ ഭാഗത്ത് ഒരാൾ കന്നാസിൽ വ്യാജമദ്യം വിൽക്കുന്നതായിട്ട് വിവരം കിട്ടി. മൃഗാശുപത്രി അടുത്ത് വന്നപ്പോൾ ഇവിടെ കടക്കാമൻ കോളേജിലുള്ള ഒരു രാജനും ഒരു ഷിബുവും കൂടി അജിയും കൂടി ഒരു ബൈക്കിൽ കന്നാസിൽ മദ്യം വിറ്റെടുക്കുന്നത് കാണി. ഒരു 10 ലിറ്ററോളം വരുന്ന കന്നാസിൽ പകുതി കൂടുതൽ മദ്യം ഉണ്ടായിരിക്കും. അവരെ തത്സമയം കസ്റ്റഡി എടുത്ത് ശേഷം കൊണ്ടുവന്നിട്ടാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. AVT മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ INTUC തെന്മല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ചാലിയക്കര ജംഗ്ഷനിൽ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ INTUCയുടെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. AVT മാനേജ്മെന്റ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഭൂമി തോട്ടം തൊഴിലാളികൾക്കും തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിതരായ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് INTUC തെന്മല മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത്. യോഗത്തിൽ കോൺഗ്രസിന്റെയും INTUCയുടെയും നേതാക്കൾ പങ്കെടുക്കും. ഏക്കർ കണക്കിന് വസ്തു AVT മാനേജ്മെന്റ് അനധികൃതമായി കൈവശം വെച്ചിരിക്കുകയാണെന്നും ഇത് കൈവിട്ടു പോകുമെന്ന ഭയത്താൽ മാനേജ്മെന്റ് ഇടത് സംഘടനകളെ കൂട്ടുപിടിച്ച് കയ്യേറ്റ നാടകം നടത്തുകയായിരുന്നുവെന്നും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ K ശശിധരൻ ആരോപിച്ചു. തെന്മല പഞ്ചായത്തിൽപ്പെട്ട ഇടവൺ വില്ലേജിലും പുനലൂർ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട വാളക്കോട് വില്ലേജിലുമായി ഏതാണ്ട് 1600 ഏക്കറോളം ഭൂമിയാണ് മൊത്തത്തിലുള്ളത്. കരടുക്ക് രസീതുള്ള ഈ 1600 ഏക്കർ ഭൂമിക്ക് പുറമെ ഏതാണ്ട് 1400ഓളം ഏക്കർ ഭൂമി ചാലിയക്കര AVT എസ്റ്റേറ്റ് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പരാതിയുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും
റവന്യൂ വകുപ്പ് മന്ത്രിക്കും ഇത് സംബന്ധിച്ച് ചാരിയക്കര AVST എസ്റ്റേറ്റ് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന KIP വക സ്ഥലം, വനം വകുപ്പ് വക സ്ഥലം, റവന്യൂ വകുപ്പ് വക സ്ഥലം അളന്ന് തിരിച്ച് ഗവൺമെന്റ് തിരിച്ചേറ്റെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കൊക്കെ നിവേദനം നൽകിയിട്ടുണ്ട്. അതിനുള്ള നടപടികൾ നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ ഗവൺമെന്റ് ഭൂമികൾ വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് AVT എസ്റ്റേറ്റ് മാനേജ്മെന്റ് CITU യൂണിയനെ കൂട്ടുപിടിച്ചുകൊണ്ട് CPMന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു കുടിയേറ്റ സമരം ഇവിടെ നടക്കുകയുണ്ടായി. കനാലിന്റെ പുറമ്പോക്ക് ഭൂമി തെന്മല പഞ്ചായത്തിലെ 16 കിലോമീറ്റർ ദൂരം വരുന്ന കനാലിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ ഏതാണ്ട് 14 കിലോമീറ്റർ ഭാഗം ജനങ്ങൾ കൈകേറി താമസിച്ചു വരികയാണ്. എന്നാൽ 2-2.5 കിലോമീറ്റർ ഭാഗത്ത്, അതായത് ചാരിയക്കര AVT എസ്റ്റേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ KIP വക സ്ഥലം വർഷങ്ങളായി എസ്റ്റേറ്റ് മാനേജ്മെന്റ് കൈവശം വെച്ച് തൈയും വെച്ച് മരം വെട്ടി നടത്തുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ KIP ഇത് സർവേ നടത്തുകയും ഈ KIP വക സ്ഥലത്ത് തെന്മല ഗ്രാമപഞ്ചായത്തിൽ NRGS മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തി അതിന്റെ പണികൾ നടത്തുന്നതിന് അനുവാദം നൽകുകയും അങ്ങനെ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്ന ഈ ഭൂമിയിലേക്കാണ് AVT എസ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് അവരുടെ നേതൃത്വത്തിൽ CITUവിലെ തൊഴിലാളികളെ കൊണ്ട് അതിലേക്ക് കുടിയേറുവാനുള്ള ഒരു സമര പരിപാടി ആസൂത്രണം ചെയ്തു. യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കാൻ കാരണം ഈ ഗവൺമെന്റ് ഭൂമി കൈവശത്ത് നിന്ന് പുറത്തു പോകും എന്നുള്ള ഒരു സൂചന മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് പതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം നിരവധി അധികാരികൾക്ക് നിവേദനം നൽകുകയും ഇതനുസരിച്ച് നടപടികൾ നടന്നുവരികയും ചെയ്ത സാഹചര്യത്തിലാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാനേജ്മെന്റ് തയ്യാറായതെന്ന് വാർഡ് മെമ്പർ സുരേന്ദ്രനും INTUC തെന്മല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ചെറുകടവും ആരോപിച്ചു. ലൈവ് വാർത്ത തെന്മല. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ അലിമുക്കിലുള്ള രജിസ്ട്രേഡ് ഓഫീസിൽ പണികഴിപ്പിച്ച ഓഡിറ്റോറിയം, നവീകരിച്ച മുള്ളുമല എസ്റ്റേറ്റ് ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. പത്തനാപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംഘാടകർ ഇക്കാര്യം അറിയിച്ചത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ചടങ്ങാണ് 12 വൈകുന്നേരം 4 കോർപ്പറേഷന്റെ മുള്ളുമല എസ്റ്റേറ്റ്, രജിസ്ട്രേഡ് ഓഫീസ് എന്നിവിടങ്ങളിൽ നടക്കുന്നത്. കോർപ്പറേഷനിൽ പുതുതായി ആരംഭിക്കുന്ന ശുദ്ധജല മത്സ്യകൃഷി, അലിമുക്കിലുള്ള രജിസ്ട്രേഡ് ഓഫീസിൽ പണികഴിപ്പിച്ചിട്ടുള്ള ഓഡിറ്റോറിയം, നവീകരിച്ച മുള്ളുമല എസ്റ്റേറ്റ് ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ പ്രഖ്യാപനവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ, ക്യാഷ് അവാർഡ് എന്നിവയുടെ വിതരണവും എസ്റ്റേറ്റുകളുടെ ISO സർട്ടിഫിക്കറ്റുകളുടെ ഔദ്യോഗിക കൈമാറ്റങ്ങളും മന്ത്രി KP മോഹനൻ നിർവഹിക്കും. പത്തനാപുരം MLA KB ഗണേഷ് കുമാർ അധ്യക്ഷത വഹിക്കും. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ എന്നിവർ പങ്കെടുക്കും. വിശിഷ്ട അതിഥികളെ പങ്കെടുത്തുകൊണ്ടുള്ള ഫാമിംഗ് കോർപ്പറേഷന്റെ വിവിധ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് നവീകരിച്ച എസ്റ്റേറ്റ് ഓഫീസ് ഉദ്ഘാടനം. കോർപ്പറേഷന്റെ ഈ ഗ്രൂപ്പ് എസ്റ്റേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കി മാറ്റിയ മുള്ളുമല എസ്റ്റേറ്റിൽ ഒരു നവീകരിച്ച എസ്റ്റേറ്റ് ഓഫീസ് പണിതിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി ഈ 14 തീയതി വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കുന്നതാണ്. SFCK ചെയർമാൻ C മോഹൻപിള്ള, മാനേജിംഗ് ഡയറക്ടർ ഷിബുകുമാർ, ജനറൽ മാനേജർ ജോസ്ലെറ്റ് മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രശ്ന പരിഹാര ക്രിയകളുടെ 2ാം ഘട്ടം 18 മുതൽ 23 വരെ നടക്കും. ക്ഷേത്രം തന്ത്രി കോക്കുളത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ ശംഭു പോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 6 ദിവസം നീണ്ടു നിൽക്കുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സുദർശന ഹോമം, പരദേവതാ പൂജ, ആവാഹനം എന്നിവയും പ്രത്യേക പൂജകളും ഇവിടെ നടക്കുന്നതാണ്. ക്ഷേത്രം മന്ത്രി കോക്കുളത്തുമഠം ബ്രഹ്മശ്രീ ശംഭുപോറ്റി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇതു സംബന്ധിച്ച ആലോചനകൾ നടത്തുന്നതിനായി 3 കരകളുടെയും ഒരു പൊതുയോഗം 13 രാവിലെ 9 ക്ഷേത്ര സന്നിധിയിൽ നടക്കും. എല്ലാ ഭക്തജനങ്ങളും പൊതുയോഗത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ മാസം 18 തീയതി മുതൽ 23 തീയതി വരെ 2ാം ഘട്ട പരിഹാരക്രിയകൾ ദേവീക്ഷേത്രത്തിൽ നടത്തുകയാണ്. അപ്പം അതിൻ്റെ അഷ്ടമംഗല വിധിപ്രകാരം ജൂലൈ മാസം 20 തീയതി തൃശൂർ തെക്കേമഠം ശ്രീ വാസുദേവ ബ്രഹ്മാനന്ദ വിഭൂതി മൂപ്പിൽ സ്വാമിയാർ അമ്പലത്തിൽ വരികയും
അദ്ദേഹത്തിന് അതിൻ്റെ ദുരിത പരിഹാര ക്രിയ നടത്തുന്നതുമാണ്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജെ സീതാരാമൻ, അഡ്വക്കേറ്റ് സി ജി കണ്ണൻ, വൈസ് പ്രസിഡന്റ് പ്രേം കമലാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് ACയുടെ അംഗീകൃത ഡീലർ. ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. കേരള യൂണിവേഴ്സിറ്റി ലേണേഴ്സ് സപ്പോർട്ട് സെന്ററായ ഡേറ്റാടെക്, BBA, BCA, BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ് തുടങ്ങിയ UG കോഴ്സുകൾ, MBA, MCom ഫിനാൻസ്, MA ഇംഗ്ലീഷ് തുടങ്ങിയ PG കോഴ്സുകളിലും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 4 നൂറ്റാണ്ട് പിന്നിടുന്ന പരിചയ സമ്പന്നതയ്ക്കൊപ്പം മികവുറ്റ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ തുടങ്ങി 3 വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. ഡേറ്റാടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി, ശിവൻകോവിൽ റോഡ്, പുനലൂർ. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PU, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞ് ലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പത്തനാപുരത്ത് ഇടതു നേതാക്കളുടെ ചേരിപ്പോര് രൂക്ഷമാകുന്നു. ഭൂമിയിൽ നിന്നും ഇല്ലാതായ ദിനോസറിന്റെ അവസ്ഥയാണ് SFIക്ക് വരാൻ പോകുന്നതെന്നാണ് AIVF നേതാവിന്റെ വിമർശനം.
സൈലന്റ് വാലിയിൽ മാത്രം കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങുകളെ പോലെയാണ് AISF എങ്കിൽ ഭൂമിയിൽ നിന്നും ഇല്ലാതായ ദിനോസറിന്റെ അവസ്ഥയാണ് SFIക്ക് വരാൻ പോകുന്നതെന്നാണ് AIYF മണ്ഡലം പ്രസിഡന്റ് J. മുഹമ്മദ് ഇല്യാസിന്റെ പ്രതികരണം. തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടായാൽ അത് തങ്ങൾ പരിഹരിച്ചോളാമെന്നും അല്ലാതെ SFI വ്യാകുലപ്പെടേണ്ട കാര്യമില്ലെന്നും മുഹമ്മദ് ഇല്യാസ് വ്യക്തമാക്കി. വിദ്യാർത്ഥി നേതാവിനെ മർദ്ദിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് ഇല്യാസ് കൂട്ടിച്ചേർത്തു. AISFനെ പോലെ വിദ്യാർത്ഥി സംഘടന 1936 ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ രൂപീകരിച്ച സംഘടനയാണ്. ഈ സംഘടനയിൽ അംഗമായിരുന്നവരായിരുന്നു SFIക്കാർ എന്നുള്ളത് ചരിത്രം വായിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നീട് AISF സിംഹവാലൻ കുരങ്ങൊക്കെ ആണെങ്കിൽ SFI ഡിനോസറിനെ പോലെയാണ്. വലിയ ആൾരൂപവും അക്രമ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും അത് ഇപ്പം നാട്ടിലില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ AISFന്റെ വിദ്യാർത്ഥികൾ SFIയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അത്തരത്തിലുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിയുടെ ദൗർബല്യമായി ഞങ്ങൾ കാണുന്നില്ല. അത് പഠിച്ച് പരിശോധിക്കും. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് SFIയുടെ അക്രമമാണ്. ഒരു ഏരിയ പ്രസിഡന്റ് ഒരു AISFന്റെ നേതാവിന്റെ വീട്ടിലേക്ക് കടന്നുപോയി ഒരു വീട് കയറി ആക്രമിക്കുന്നത്, അതും രാത്രി വീട് കയറി ആക്രമിക്കുന്നത് ഏത് തരത്തിലാണ് SFIയെ പോലുള്ള ഒരു മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനം ന്യായീകരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടി പറയാം. ഇതിനെതിരെ ശക്തമായി തന്നെ കേസുമായി മുന്നോട്ട് പോകും. ഈ കേസുമായി മുന്നോട്ട് പോയി ജനാധിപത്യ വ്യവസ്ഥകളെ ഒന്നും ഞങ്ങൾ വെല്ലുവിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥകളെ വെല്ലുവിളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിയമപരമായി തന്നെ ഇതിനെ നേരിടുമെന്നും എനിക്ക് പറയാനുള്ളൂ. ലൈവ് വാർത്ത പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. പത്തനാപുരം സത്യൻമുക്കിൽ വാഹനാപകടത്തിൽ യുവാവും യുവതിയും മരിച്ചു. KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. വിൽപ്പനയ്ക്കായി ബൈക്കിൽ കടത്തിയ 5.5 ലിറ്റർ ചാരായവുമായി 2 യുവാക്കളെ പത്തനാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് പോത്തുപാറ സ്വദേശി രാജനും കടക്കാമൺ സ്വദേശി അജിയും. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചതായി പരാതി. പുനലൂർ 10 ഏക്കർ സ്വദേശി ബിബിൻ രാജിനാണ് മർദ്ദനമേറ്റത്. പൊതുസ്ഥലം കയ്യേറിയുള്ള നിർമ്മാണങ്ങൾ അഞ്ചലിൽ വ്യാപകം. സ്വകാര്യ വ്യക്തിയുടെ അനധികൃത കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വിനായക ഫിസിയോതെറാപ്പി സെന്റർ, അഞ്ചൽ, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.